ഇതുകൊണ്ടൊരു പ്രയോജനമില്ലടാ ദേവി. വല്ല ഹൈ ജമ്പ് പോലെ ആയിരുന്നെങ്കിലേ. അയ്യോ ശോശാമ്പേ, ഏതായാലും ചാടുന്നു. എന്നാ പിന്നെ കുറച്ചുകൂടെ മേലോട്ട് പൊങ്ങി ചാടിയിരുന്നെങ്കിൽ. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇങ്ങോട്ടൊന്ന് വന്നേ, കാര്യം പറയട്ടെ. വന്നേ, വാ 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 ഇങ്ങോട്ട് വാ. എന്റെ പൊന്നു പിതാവേ, അപ്പുറത്തോട്ടൊന്ന് മാറി നിന്നേ. നമ്മളെ സ്വല്പം അടൽസൊല്ലി കാണുകയും പറയുകയും ചെയ്തോണ്ടിരിക്കുക. അച്ഛൻ ചെല്ലുന്നേ, ചെല്ല്. നാളെ കാണാം. ബൈ ബൈ ബൈ. നാളെ കാണേ. ഓക്കെ. ഞാൻ പോരാ. ഹലോ ടീച്ചർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ടീച്ചർ ഇവിടെ ആകെ ബേജാറായി കാണും. ഞങ്ങൾ ഇവിടെ 2 ഗ്രൂപ്പാണ്. എപ്പോഴും തമ്മിൽ വഴക്കും. കുട്ടികളല്ലേ, അതിന്റെ ഒരു വികൃതി. സോറി, അന്ന് ഞാൻ ടീച്ചറെ ക്ലാസ്സിൽ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. വെറും തമാശക്ക് ചെയ്താ. അത് കാര്യമാക്കാതിരുന്നാ മതി. അപ്പോൾ ഇനിയും അങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്? ഓഫ് കോഴ്സ് നോട്ട്. ഇനിയും ഞാൻ ടീച്ചറുടെ ക്ലാസ്സിൽ മിണ്ടില്ല. പോരെ. ടീച്ചർക്ക് ഇവിടെ ഹോസ്റ്റലിൽ താമസമൊക്കെ സൗകര്യമാണ്. ഓക്കെ ടീച്ചർ, സീ യു. എന്താ വീഴോ? വീഴും, പക്ഷെ ഇത്തിരി ടൈം എടുക്കും. കേട്ടോടാ ദേവി, ഷീ ലുക്ക് സോ ഇന്നസെന്റ്. എന്താണെന്ന് എനിക്കറിയില്ല. ഐ ഫീൽ ടോട്ടലി ഇൻവോൾവ്. നിനക്ക് എല്ലാ പെണ്ണുങ്ങളോടും ഇത് തന്നെയാണല്ലോ പതിവ്. കുന്തം അതുപോലെ അല്ലടാ ടീച്ചർ. എനിക്ക് ഇതുവരെ ആരോടും ഇങ്ങനെ തോന്നിയിട്ടില്ല. This is 100% genuine love. വെറുതെ കൈ ചീത്താക്കാം, ആരോഗ്യം കളയാം. അത് തന്നെ ഫലം. വേഗം നോക്കടി. ഇതിലേതാ നല്ലത്? ഇത് കൊള്ളാം. എന്റെ ഇഷ്ടത്തിനാണോ നിന്റെ ബാലേട്ടിന്റെ തുണി വാങ്ങുന്നത്? നീല മതി? നീലെങ്കിൽ നീല. ഇത് മതി. എത്ര വേണം? അത്രയും വരുമോ? കുറച്ചുകൂടി പൊക്കമുണ്ട്. ഒരു 3 മീറ്റർ എടുക്കാം. ആ പോരെ.
ഞാനങ്ങ് പേടിച്ചു പോയല്ലോ മോളെ. എന്താ ഇത്ര ക്ഷീണിച്ചേ? അവിടുത്തെ ആഹാരം ഒന്നും പിടിക്കുന്നില്ലേ? നിനക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ട് മോളെ? നാളെ തന്നെ പോണം. എന്താ ഇത്ര തിടുക്കം? ഒരാഴ്ച കഴിഞ്ഞ് പോയാ മതി. അച്ഛനുണ്ടോ അവിടെ? ഉണ്ടായിരിക്കും. ഇന്നാളൊരു ദിവസം കണ്ടു. ആരോട് പറയാനാ? തോന്നിയ പോലല്ലേ അല്ല. ആ, നീ എന്താ ചക്ക തിന്നാത്തെ? ഞാൻ തിന്നുന്നുണ്ട്. ബാലേട്ടനോട് പോയി പാടത്താ? ആഹാ, അവൻ ബ്ലോക്ക് ഓഫീസിൽ പോവാണെന്നും പറഞ്ഞിറങ്ങിയതാ. ഞാൻ പോട്ടാ മഴി. മോള് തനിച്ചു പോവോ? ഞാൻ കൊണ്ടാക്കണോ? ഞാൻ പോയിക്കൊള്ളാം. അവൻ വരുമ്പോ മോള് വന്നിരുന്ന കാര്യം ഞാൻ പറയാം. പോട്ടെ. ആ, അല്ല, ആരിത്? ഹിന്ദു കുഞ്ഞോ? ഹാവൂ, എന്റെ കുഞ്ഞെ, ഞാൻ സന്ധ്യക്ക് വിളക്ക് കത്തിക്കാൻ 5-6 തിരി ഇറക്കുകയായിരുന്നു. കുഞ്ഞിന് കാപ്പി ഉണ്ടാക്കട്ടെ? വേണ്ട, ഞാൻ ബാലേട്ടൻ്റെ അടുത്ത് കഴിച്ചു. ഇപ്പൊ ആഹാരത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? രാമൻ നായർ തന്നെയാ വെപ്പൊക്കെ? ഓ, എന്തു വെക്കാൻ? ഉച്ചയ്ക്ക് വെക്കും. പിന്നെ രാത്രിയിൽ അച്ഛൻ ഇവിടെ ഒന്നും കഴിക്കാറില്ലല്ലോ. ആ. ഉച്ചക്കലത്തെ ബാക്കി കൊണ്ട് ഞാൻ രാത്രി കഴിക്കും. പിന്നെ കുഞ്ഞ് വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അതെ, കുഞ്ഞിന് ലീവ് കിട്ടാറായോ? ആ, അല്ല, അമ്മ മരിച്ചിട്ട് ആണ്ട് തയ്ക്കാൻ പോവാ. ധനുമാസത്തിലാ ശ്രാദ്ധം. കുഞ്ഞ് 2 ദിവസം നേരത്തെ വന്നാലേ കാര്യങ്ങൾക്ക് നടപ്പുണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ വരാം. ആ, ആ, എനിക്ക് കുളിക്കാൻ ഇത്തിരി വെള്ളം വേണല്ലോ രാമൻ നായരെ. ആട്ടെ, ഉണ്ടാക്കി തരാം.